സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. റോമർക്കെഴുതിയതായ ലേഖനം 15-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനിയും സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടായിക കൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. പൗലോസ് ഒരിടത്ത് മാത്രമെന്നും ദൈവവേല ചെയ്തവനല്ല, ദൈവം അയക്കുന്നിടത്തെല്ലാം പോയിട്ട് ദൈവവേല ചെയ്തവനാണ്. അവൻ എവിടെല്ലാം ചെന്നാലും അവിടെല്ലാം ജനങ്ങൾ വരുമായിരുന്നു, രക്ഷിക്കപ്പെടുമായിരുന്നു. 1000 പേർ അല്ല എങ്കിലും 10 പേരോ 5 പേരോ ഒക്കെ മാറുമായിരുന്നു. മാനസാന്തരപ്പെട്ടവരെ കൂട്ടി അവിടെ ഒരു സഭയുണ്ടാക്കിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ആ കാലത്ത് ഫോൺ സൗകര്യം ഇല്ലായിരുന്നു, TV ഇല്ലായിരുന്നു, കത്തുകൾ എഴുതുവാനും കഴിയില്ലായിരുന്നു. എഴുതണമെങ്കിൽ തോൾ ചുരുളുകളിൽ എഴുതേണ്ടതായിരുന്നു. ആ സഭയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവൻ എഴുതിയിട്ട് അക്കാലത്ത് തപാൽ ഓഫീസുകൾ ഇല്ലായിരുന്നു, മനുഷ്യരുടെ കയ്യിൽ കൊടുത്തുവിടുമായിരുന്നു. റോമയിലുള്ള സഭയോട് അവൻ ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിച്ചു, എന്നാൽ തടസ്സം നേരിട്ടു. പിശാചിനാൽ എനിക്ക് തടസ്സം ഉണ്ടായി. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ദൈവിക ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിലം ഒരുക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. മനുഷ്യർ ആശയോടെ ഇരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പലപ്പോഴും ദാഹമുള്ള ആളുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റിമാറ്റുന്നതായ വ്യക്തികളെയും നമുക്ക് കാണാൻ കഴിയും. ചെയ്യേണ്ടതായ രീതിയിൽ ദൈവത്തിൻ്റെ വേല ദൈവദാസന്മാർ ചെയ്യാതിരുന്നാൽ തെറ്റായ ഉപദേശകന്മാർ വന്നിട്ട് വ്യക്തികളെ അവരുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. പൗലോസും ശീലാസും അത്ഭുത കാര്യങ്ങൾ ചെയ്തപ്പോൾ, സൗഖ്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ജനങ്ങളെല്ലാം വന്നിട്ട് പൂച്ചെണ്ടുകളുമായി സ്വീകരണമായിട്ട് വന്നിട്ട് ഇവർ ദൈവത്തിൽ നിന്ന് വന്നവരാണ്, നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ പൗലോസും ശീലാസും എന്താണ് പറഞ്ഞത്? ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് ഞങ്ങളെ അല്ല. ആരെയാണ് ആരാധിക്കേണ്ടത്? യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവത്തിൻ്റെ ദാസന്മാരെ ബഹുമാനിക്കുക, എന്നാൽ ആരാധിക്കരുത്. ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പ്രാണനെ കൊടുത്തു. അവൻ ഒരുവൻ മാത്രമാണ് ഈ ലോകത്തിൽ സ്ത്രീ പുരുഷ സമ്പർക്കം കൂടാതെ ജനിച്ചിരിക്കുന്ന മനുഷ്യൻ. പാപം അറിയാത്തവനായി ജനിക്കുവാൻ ഇടയായി. കന്യാമറിയത്തിൻ്റെ ഗർഭത്തിൽ ഉരുവായ ശിശു ആയിരുന്നു. ലോകത്തിൻ്റെ സകല പാപവും ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിൽ വന്ന് എൻ്റെയും നിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി, ഭൂതഭാവി വർത്തമാനകാലത്തിലെ സകല ജനങ്ങൾക്കും വേണ്ടി ഉള്ളതായ പാപങ്ങൾക്കായി കാൽവരി ക്രൂശിൽ യാഗമായിട്ട് തൻ്റെ പ്രാണനെ കൊടുത്തു. ഇവനിൽ ഒരു പാപവും കാണുന്നില്ല എന്ന് ന്യായാധിപൻ ന്യായം വിധിച്ചതിന് ശേഷം വീണ്ടും ക്രൂരമായ ക്രൂശുമരണത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. കാരണം എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നമ്മുടെ പാപത്തിനു വേണ്ടി വരേണ്ടതായ ശിക്ഷ അവൻ കാൽവരിയിൽ വഹിച്ചു. അവൻ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം ആകുന്നു. ആ മരണത്തിൻ്റെ ബലിഷ്ഠമായ കരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മരണത്താൽ തന്നെ ജയിക്കുവാനിടയായി മരണത്തിൻ്റെ മുള്ള് ഒടിച്ചു കളഞ്ഞു. ഈ ദിവസം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല. മരണമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നിത്യ അഗ്നി കൊണ്ട് നിറഞ്ഞ നരകമാണ്. ആ നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വന്നത്. അവൻ മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയായി. ഇങ്ങനെയുള്ള മറ്റൊരു ദൈവവുമില്ല. എല്ലാവരുടെയും കല്ലറകൾ അടഞ്ഞുകിടക്കുന്നു, അവിടെ മണ്ണ് നിറഞ്ഞിരിക്കുന്നു, അസ്ഥിക്കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. നിങ്ങൾ യെരൂശലേം പട്ടണത്തിൽ ചെന്നാൽ
ഇന്നും അവിടെ തുറക്കപ്പെട്ട കല്ലറ കാണുവാൻ കഴിയും. അവൻ ആ കല്ലറയിൽ ഇല്ല. അവൻ ജീവനുള്ളവനാണ്, ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞത് വാസ്തവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് സത്യ ദൈവം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തവൻ, പാപത്തിൽ നിന്ന് വേർപെട്ട് നിന്നവൻ, ഉയരത്തിൽ നിന്ന് വന്നവൻ, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തവൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങണമെന്നും എല്ലാ നാവും യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെന്നും എല്ലാ നാമത്തിലും മേലായ നാമമായിട്ട് യേശുവിൻ്റെ നാമത്തെ ദൈവം വച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടതായ മഹത്വത്തെ, അതുപോലെ ആരാധനയ്ക്ക് യോഗ്യനായ ആ യേശുക്രിസ്തുവിനെ അല്ലാതെ ആരെയും ഒരിക്കൽ പോലും നിങ്ങൾ ആരാധിക്കുവാൻ ഇടയാകരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ഈ ദിവസം അനേകം ആളുകൾ ആട്ടിൻതോൽ ധരിച്ച ചെന്നായ്ക്കളെപ്പോലെ ഇറങ്ങി വന്ന് ജനത്തെ തെറ്റിച്ചു കളയുന്നവരുണ്ട്. ജ്ഞാനമില്ലാത്തതായ വിശ്വാസികളെ നോക്കൂ. ഈ കാലത്ത് പുതുതായി രക്ഷിക്കപ്പെട്ടതായ ആളുകൾ, അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, സൗഖ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, കുടുംബം രക്ഷിക്കപ്പെടണമെങ്കിൽ, ജോലി ലഭിക്കപ്പെടണമെങ്കിൽ, മക്കളെ ലഭിക്കണമെങ്കിൽ, വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ, നോക്കൂ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ, എന്ത് ചെയ്യണം? പ്രാർത്ഥന ചെയ്യണം. ആരാണ്? പാസ്റ്ററാണോ? പാസ്റ്റർമാർ പ്രാർത്ഥിക്കാറുണ്ട്, ശരിയാണ്. എന്നാൽ ആര് പ്രാർത്ഥിക്കണം? കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതല്ലാതെ സ്തോത്രകാഴ്ച അയച്ചു കൊടുത്തിട്ട് ദേവദാസൻ പ്രാർത്ഥിച്ചോളുമെന്ന് പറഞ്ഞ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ ശരിയാകുമെന്നാണോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ചെയ്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയാറുണ്ട്. എന്നാൽ ആരെല്ലാം പ്രാർത്ഥിച്ചാലും ശുദ്ധഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തു തന്നെ ചോദിച്ചാലും അത് നൽകിത്തരുമെന്ന് പറഞ്ഞതായ കർത്താവ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് മതിയായവനാണ്. ദേവദാസനോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു വലിയൊരു ഭാരം എടുക്കുവാൻ കഴിയാതെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? പറയൂ, ഒരു വലിയ ഭാരമുണ്ട്, എടുക്കാൻ കഴിയാതിരിക്കും. എന്താണ് ചെയ്യേണ്ടത്? ആ സഹോദരനെ വിളിച്ചിട്ട് എടുക്കുവാനിടയാകും. അങ്ങനെയുള്ള ഭാരങ്ങൾ, നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയാത്ത ഭാരങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ഭാരങ്ങൾ വളരെ വലുതാകുന്നു എങ്കിൽ, നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ പ്രതികൂലമുള്ളതാണ് എങ്കിൽ, നിങ്ങൾക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവദാസന്മാരും പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ അവിടെയും ഞങ്ങൾ ഇവിടെയും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാനിടയാകും. നോക്കൂ, ദൈവമക്കളായ ശേഷം ഒരു കാര്യം പഠിക്കുക. ഒരു കാലത്ത് നാം മനുഷ്യരെയാണ് വിശ്വസിച്ചത്. രോഗം വരുമ്പോൾ ഡോക്ടറിന്റെ അടുക്കലേക്ക് നാം ഓടും. വഴക്കുണ്ടായാൽ വക്കീലിന്റെ അടുക്കലേക്ക് നാം ഓടും. എന്താണ്? മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതനുസരിച്ച് ആളുകളുടെ അടുക്കൽ പോകും. പൂച്ചയും തമ്മിൽ വഴക്കുണ്ടാക്കി കുരങ്ങന്റെ അടുക്കൽ ചെന്നപ്പോൾ എന്തുപറ്റി? മൊത്തം കുരങ്ങനെടുക്കാനിടയായി. എന്താണ്? അല്ലെങ്കിൽ നീ അല്പം കൂടുതൽ കഴിക്കൂ, ഞാൻ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ തീരുമായിരുന്നു. ഇപ്പോൾ രണ്ടും പോയി. അതുപോലെ നമ്മുടെ നാട്ടിൽ കോടതിയിൽ പോയിട്ട്, കേസുകൾക്ക് പോയിട്ട് ഉള്ള ഭവനം കൂടെ വിറ്റുകളഞ്ഞ എത്രയോ ആളുകളുണ്ട്. ദയവുചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധിയില്ല എങ്കിൽ അനുഗ്രഹം ഒരിക്കലും നമ്മിൽ നിലനിൽക്കില്ല. ഒരു കുടത്തിന് ഒരു ദ്വാരമുണ്ട്. അതിൽ എത്ര കുടം വെള്ളമൊഴിച്ചാൽ ആ കുടം നിറയാനിടയാകും? പറയൂ. എത്രമാത്രം വെള്ളമൊഴിച്ചാലും അത് പോയിക്കൊണ്ടേയിരിക്കും. എത്ര കുടം വെള്ളമൊഴിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ആദ്യം ആ ദ്വാരം അടയ്ക്കേണ്ടതാകുന്നു. ആദ്യം നമ്മുടെ ഹൃദയത്തെ നേരെയാക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ അനുഗ്രഹം തിട്ടപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിന്റെ കലവറ നോക്കിയാൽ മനുഷ്യന്റെ കലവറ പോലെയുള്ളതല്ല. അവൻ പറയുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. അവന്റെ കലവറ എത്ര വലുതായിരിക്കും! അവൻ പറയുന്നു, സ്വർണം എന്റേത്, വെള്ളി എന്റേത്, ഭൂമിയും ഭൂതലത്തിലുള്ളതായ സകലതും അതിന്റെ പൂർണ്ണതയും എന്റേതാകുന്നു. എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കില്ല, എനിക്ക് വിശപ്പുണ്ടായാൽ ചോദിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് എത്രമാത്രം നമുക്ക് നൽകിയാലും അളവറ്റ സമ്പത്ത് ഉള്ള ദൈവമാണ്. എന്നാൽ നാം
നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളിൽ എത്ര ആളുകളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയം മനുഷ്യരോട് ചെന്ന് പറയാതെ യേശുവിനോട് ചെന്ന് പറയാറുണ്ട്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന്. എല്ലാം പറയും, എന്നാൽ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോകും. എല്ലാം അറിയാം, വചനം നമുക്ക് നന്നായിട്ടറിയാം. ചേച്ചി, നിങ്ങളില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. ബ്രദർ, ഈ സമയത്ത് നിങ്ങളെന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം ഗതിയില്ലാത്ത അവസ്ഥയിലായി പോകുമായിരുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ചെന്നിട്ട് സാറേ അപ്പ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാനിടയാകും. വേണ്ട, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിന്റെ കുറവുകളെല്ലാം നികത്താൻ കഴിയും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾക്ക് കണ്ടെത്തും. നിങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ദൈവവചനം പറയുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. കഷ്ടകാലത്ത് എന്നെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. രോഗമുണ്ടാകുന്ന സമയത്ത് വിളിച്ചപേക്ഷിക്കൂ. കഷ്ടത വരുമ്പോൾ വിളിച്ചപേക്ഷിക്കൂ. പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ വിളിച്ചപേക്ഷിക്കൂ. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് എല്ലാം പ്രതികൂലമാണ്, എല്ലാം പോരാട്ടമാണ്, എല്ലാവരും തെറ്റിദ്ധരിച്ച് സംസാരിക്കും. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതായ അനുഭവം ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാവരും എതിർക്കുന്നതായിട്ട് തോന്നും. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താവ് വഴക്ക് പറയുന്നു, അമ്മായിമ്മ വഴക്ക് പറയുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നു. അത് കേൾക്കുന്നതായ നിനക്ക് അവസാനം എന്താണ് തോന്നുന്നത്? എന്ത് തോന്നും? നിങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ ഭാരപ്പെടേണ്ട. 12, 13, 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതായ കർത്താവിനോട് വിശ്വാസത്തോടെ ചോദിച്ചാൽ കർത്താവ് നൽകാനിടയാകും. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട് ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കൂ. എനിക്കു കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? 99 വയസ്സുള്ള അബ്രഹാമിനും 89 വയസ്സുള്ള സാറാമ്മച്ചിക്കും അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ സാറാ അത് കേട്ട് ചിരിച്ചു. ഈ പ്രായത്തിലെന്ന് വെളിയിൽ പറഞ്ഞില്ല, മനസ്സിൽ അങ്ങനെയാണ് ചിന്തിച്ചത്. നടക്കുമോ എന്ന്. എന്തിനാണ് ചിരിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു. ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതേ ദൈവം തന്നെയല്ലേ നമ്മുടെ ദൈവവും? അതോ നമ്മുടെ ദൈവം വേറെ ഏതെങ്കിലും ദൈവമാണോ? ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്ന ദൈവം, ഇത്ര വലിയൊരു ദൈവം സ്വന്തമായിരിക്കുന്ന നാം എത്രമാത്രം സന്തോഷിക്കണം, എത്ര ധൈര്യത്തോടെ ആയിരിക്കണം. ചെറിയൊരു കഷ്ടത വന്നാൽ, ചെറിയൊരു വേദന വന്നാൽ എന്താണ്, നാം എന്തുകൊണ്ട് നിരാശപ്പെട്ടു പോകുന്നു? ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി ലഭിക്കാതിരിക്കുമ്പോൾ എത്രയോ യൗവനക്കാർ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജോലിയില്ല. MTech പഠിച്ചു, BTech പഠിച്ചു, MCA പഠിച്ചു, MBA പഠിച്ചു. അപ്പനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുവാനിടയായി. ഇപ്പോൾ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നു. ജോലിയില്ല എങ്കിൽ ഗവൺമെന്റ് അല്ല നമുക്ക് ജോലി നൽകുന്നത്. നമുക്ക് നൽകുന്ന ഗവൺമെന്റ് ആരാണ്? ഈ സെൻട്രൽ ഗവൺമെന്റ് അല്ല. ഏത് ഗവൺമെന്റാണ്? ഹെവൻലി ഗവൺമെന്റ് ആണ് നമുക്ക് സഹായം നൽകുന്നത്. സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യത്തിൽ നിന്നാണ് നമുക്ക് സഹായം ലഭിക്കുന്നത്. ഈ കാലത്ത് ഒരു കഷ്ടതയുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അനേകരിലും ഞാൻ കാണുന്ന കാര്യമാണ്, ഒരു തരത്തിലുള്ള നിരാശയിലേക്ക് പോകുന്നത് കാണാം. ആകസ്മികമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അവർ വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ, അവർ ചെയ്തതായ കൃഷികളും മത്സ്യവും, ഇപ്പോൾ കൂടുതലും കൃഷി എന്നത് മത്സ്യകൃഷിയാണല്ലോ. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള കൃഷികളൊന്നും തന്നെ ഇല്ലായിരുന്നു. നെല്ല് വിതയ്ക്കുമായിരുന്നു, ഗോതമ്പ് കൃഷി, അങ്ങനെയുള്ള കൃഷിയായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുക, മത്സ്യകൃഷിയാണ് ചെയ്യുന്നത്. അതുപോലെ ചെമ്മീൻ കൃഷി. ഒറ്റ രോഗം വരികയാണെങ്കിൽ, ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, ആ കൃഷിയെല്ലാം എന്ത് സംഭവിക്കും? നശിച്ചു പോകും. വലിയ നഷ്ടമുണ്ടാകാനിടയാകും. ഒരു സമയത്ത് അങ്ങനെയുള്ള നഷ്ടമുണ്ടാകുകയാണെങ്കിൽ, കഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഇരട്ടിയായി അനുഗ്രഹിക്കാൻ കഴിയുന്ന യേശുക്രിസ്തു ഉണ്ടെന്നുള്ള സത്യം നാം മറന്നുപോകുന്നു. മനുഷ്യർ പലപ്പോഴും നമ്മെ ദുഷിക്കുന്ന സമയത്ത്, നിന്ദിക്കുന്ന സമയത്ത് നാം പെട്ടെന്ന് നിരാശപ്പെടുന്നത് കാണാം. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സങ്ങൾ കൊണ്ടുവരുന്നത് ആരാണെന്നറിയാമോ? പിശാചാണ്. ആ തടസ്സങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവൻ ആരാണ്? പിശാച് വലിയൊരു തന്ത്രശാലിയാണ്. അവൻ കുതന്ത്രം മെനയുന്നവനാണ്. അവൻ വഞ്ചകനാണ്. അവൻ കള്ളനാണ്, ചതിയനാണ്, അവൻ ദുഷ്ടനാണ്, അവൻ ഒന്നിനും കൊള്ളാത്തവനാണ്.
എനിക്ക് കോപം വന്നാൽ പിശാചിനെ വഴക്ക് പറയുള്ളൂ, മനുഷ്യനെ വഴക്ക് പറയില്ല. നിങ്ങൾക്കും കോപം വരികയാണെങ്കിൽ മനുഷ്യനെ വഴക്ക് പറയരുത്. വഴക്കിന് യോഗ്യനായിരിക്കുന്നവൻ പിശാച് മാത്രമാണ്. സ്തുതികൾക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരെയും നിങ്ങൾ സ്തുതിക്കുവാൻ പാടില്ല. പിശാച് വഞ്ചകനാണ്, അനീതി ചെയ്യുന്നവനാണ്. നമുക്ക് തടസ്സം കൊണ്ടുവരും, നമ്മെ വഞ്ചിക്കുവാനിടയാകും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, അവൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഇടയാകുന്നതാണ്. ജോൺ ബെനിയൻ എന്ന ഒരു ഭക്തൻ, അദ്ദേഹം യാത്രയെക്കുറിച്ച് ഒരു പുസ്തകം രചിക്കുവാൻ ഇടയായി. ആ പുസ്തകത്തിൽ ദൈവിക ദർശനങ്ങൾ എഴുതിയിട്ട് ഒരിടത്ത് എഴുതിയിരിക്കുന്നു, തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പിശാച് വന്നിട്ട് കുടം കണക്കിന് വെള്ളം ഒഴിക്കുവാൻ ഇടയാകുന്നു. ആ തീ കെടുത്തുന്നതിന് വേണ്ടി എത്രയോ വെള്ളം ഒഴിച്ചിട്ടും ആ തീ കെടുന്നത് കാണുന്നില്ല. ആ തീ വീണ്ടും ആളിക്കത്തുകയാണ്. എന്താണ് വെള്ളമൊഴിച്ചിട്ടും തീ കെടാത്തതെന്ന് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതന്മാർ അതിനേക്കാൾ വലിയ വലിയ ഡ്രമ്മുകൾ കൊണ്ടുവന്നിട്ട് എണ്ണയൊഴിക്കുകയാണെന്ന്. എന്താണ്? വലിയ വലിയ ഡ്രമ്മുകളിൽ കൊണ്ടുവന്നിട്ട് എണ്ണയൊഴിക്കുകയാണ്. അതുകൊണ്ട് എത്ര വെള്ളമൊഴിച്ചിട്ടും ആ തീ മാത്രം. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പിശാച് നമ്മെ തകർക്കുവാനായി, നമ്മെ അണയ്ക്കുവാൻ, തീ കെടുത്തിക്കളയുവാൻ, നാം തണുത്തു പോകുവാൻ, നാം തീക്ഷ്ണതയുള്ളവരായി കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കാതിരിക്കുവാൻ ഒരുപാട് തന്ത്രങ്ങളും പണികളുമൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ കർത്താവ് നാം അണഞ്ഞു പോകാതെ അവനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ്റെ ആത്മശക്തി നമുക്ക് പകരാനിടയാകും. ദുരാത്മാവിനും ശക്തിയുണ്ട്, എന്നാൽ അല്പം മാത്രമേ ഉള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവ്, സർവശക്തിയുള്ളവനായ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നു, തൻ്റെ ആത്മാവിനെ ചോദിക്കുന്നവർക്ക് ധാരാളമായിട്ട് കൊടുക്കുമെന്ന്. ഈ ദിവസം പുതിയ രീതിയിലുള്ള രോഗം അനേകർക്കും ബാധിച്ചിരിക്കുന്നു. ഇത് ശരീരത്തിനുള്ള രോഗമല്ല, ഇത് മാനസികമായ രോഗമാണ്. മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നുന്നു, വല്ലാത്ത സങ്കടം തോന്നുന്നു, ഉറക്കം വരില്ല, തലവേദന. എപ്പോഴും ആലോചിച്ചു കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും പറയുക? എപ്പോഴും ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എന്ത് പറ്റും? മോടെ കല്യാണം നടന്നില്ല, എല്ലാവരും വന്നു പോകുന്നു, നോക്കിയിട്ട് പോകുന്നു, ഇനി നടക്കുമായിരിക്കുമോ, പ്രായം ഒരുപാടായി എന്നാലോചിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് തിങ്കിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് എതിരായിട്ടുള്ള ചിന്തകൾ പിശാച് കൊണ്ടുവരുന്ന സമയത്ത് നിനക്ക് ചെയ്യാൻ കഴിയില്ല, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് പിശാചാണ്. പിശാചിന്റെ പാട്ടാണിത്. അതൊരിക്കലും നീ പാടുവാൻ പാടില്ല. അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ എന്താണ് നീ ചെയ്യേണ്ടത്? എനിക്ക് കഴിയില്ല, എനിക്ക് ചെയ്യുവാൻ കഴിയില്ല, എന്നാൽ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യും. ഞാൻ പ്രയോജനമില്ലാത്തവനാണ്, ശരിയാണ്, എന്നാൽ എന്നെ ബലപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് സകലതും സാധ്യമാണ്. പിശാച് കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ദൈവത്തിൻ്റെ വചനവുമായി നാം ജയിക്കുമ്പോൾ വിശ്വാസത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും. ഒരു വ്യക്തിയെ വീഴിക്കണമെങ്കിൽ ആദ്യം നിരാശപ്പെടുത്തുന്ന സമയത്ത്, ഒരു റണ്ണിംഗ് റേസിൽ പങ്കെടുക്കുന്ന സമയത്ത് നോക്കൂ, അവിടെ നിൽക്കുന്ന ആളുകൾ ഓടി വരുന്നവനെ കണ്ടുകൊണ്ട് വേഗത്തിൽ 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 എന്ന് പറയുമോ, അതോ നിന്റെ പണി കഴിഞ്ഞു പോയി ഓടാൻ കഴിയില്ല എന്ന് പറയുമോ? എന്താണ്? ഒരുപക്ഷെ ഓടുന്ന ഒരുവനെ നോക്കിയിട്ട് എടാ നീ ഓടിയിട്ടും കാര്യമില്ല, നിനക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവൻ ജയിക്കാതിരിക്കും, അവൻ തോറ്റുപോകും. എന്നാൽ അവന് ഓടാൻ കഴിയില്ലെങ്കിലും നീ ഓടറാ എന്ന് പറയുകയാണെങ്കിൽ അവൻ ഇനിയും ശക്തിയോടെ ഓടുന്നത് കാണാൻ കഴിയും. എന്താണ്? ദൈവത്താൽ നാം പ്രോത്സാഹിക്കപ്പെടുന്ന ആളുകളായിട്ട് മാറണം. നമ്മുടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാനിടയാകും. നിരാശയുടെ ചിന്തകൾ നമ്മെ മുൻപോട്ട് പോകാൻ കഴിയാതെ തടസ്സപ്പെടുത്തുവാനിടയാകും. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ഇതൊന്നു മാത്രം ഞാൻ പറഞ്ഞു തന്നിട്ട് പോയാൽ മതി, എന്നെ പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ളവരാകുന്നുവെങ്കിൽ, ദൈവവുമായിട്ട് അനുദിനം സംസാരിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു പ്രതികൂലങ്ങളും ഇല്ല. അതിരാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ശീലമാക്കൂ. കിടക്കാൻ പോകുന്നതിന് മുൻപ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പഠിക്കൂ. അതുപോലെ നിങ്ങളുടെ മക്കളെല്ലാം വിളിച്ചു വരുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ശീലിക്കുക. നിങ്ങളുടെ ഭർത്താവ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ TV കാണുകയാണ്, വരില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക, കുഴപ്പമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം ഏതെങ്കിലും ഒരു ദിവസം അവൻ്റെ ഹൃദയത്തെ മാറ്റിയിട്ട് TV ഓഫ് ചെയ്ത് നിങ്ങളോടൊപ്പം വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞു, എൻ്റെ ഭർത്താവ് വചനം കാണാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ഒരു ദിവസം യാചിച്ചിട്ട് അവസാനം പറഞ്ഞു, ജയ്പാൽ പാസ്റ്ററിൻ്റെ വചനം മാത്രം കേൾക്കൂ,
മറ്റൊന്നും തന്നെ കേൾക്കാൻ പാടില്ല. കുഴപ്പമില്ല, ഇയാൾ ഒച്ച വയ്ക്കുന്നില്ല, പതിയാണ് പറയുന്നത് എന്ന് സംസാരിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ സമയം നൽകിയല്ലോ. അതും അരമണിക്കൂർ മാത്രമേ കാണാവൂ, കൂടുതൽ സമയം കാണാൻ പാടില്ല. അങ്ങനെ അവളുടെ ജന്മദിനം വരുവാനിടയായി. ജന്മദിനം വന്ന സമയത്ത് ജന്മദിനമായിട്ട് ഗിഫ്റ്റ് എന്താണ് വാങ്ങിത്തരേണ്ടതെന്ന് ചോദിച്ചതായ സമയത്ത് ഇപ്രകാരം പറയാനിടയായി: എനിക്ക് മറ്റൊന്നും വേണ്ട, ഒരു തവണ കൽവരി ദർശനം പ്രോഗ്രാം ഒന്ന് കാണാമോ? അതായിരുന്നു അവളുടെ ആഗ്രഹം. പണത്തിന് ചിലവൊന്നുമില്ലല്ലോ. ആ കുഴപ്പമില്ല, കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ മുതൽ കാണുമ്പോൾ പറയും, ആ നല്ലതായിട്ട് പറയുന്നുണ്ട്, ആ ഞാൻ വേറെ എന്തൊക്കെയാണ് വിചാരിച്ചത്, ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ സഹോദരി വചനം കേൾക്കുമ്പോൾ മാറി നിന്ന് നോക്കാനിടയാകും. എപ്പോഴെങ്കിലും അത് പ്രോഗ്രാം വയ്ക്കാൻ മറന്നു പോവുകയാണെങ്കിൽ എന്താണ് വയ്ക്കാതെ കൽവരി ദർശനം വയ്ക്കൂ എന്ന് പറയാനിടയാകും. ഒരു 4-5 പ്രോഗ്രാമുകൾ കണ്ടതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കാണുവാൻ ആരംഭിച്ചു. അവർ രണ്ടുപേരും കൂടെ മീറ്റിങ്ങിന് വന്നിട്ട് എന്നോട് സാക്ഷ്യവും പറയാനിടയായി. നിങ്ങളുടെ വീട്ടിലെ ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അമ്മായിയമ്മയാകട്ടെ, അല്ലെങ്കിൽ മരുമകളാകട്ടെ, ചില വീട്ടിലെ മരുമക്കളാണ് വളരെ ദുഷ്ടത പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും ഒരാളെ പിശാച് ഉപയോഗിക്കാൻ ആരംഭിക്കും. അവരെ നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടെ മാത്രമേ ജയിക്കാൻ കഴിയൂ. അവരെ വചനം കേൾപ്പിക്കുവാൻ ഇടയാക്കണം. ദൈവവചനം കേട്ടാൽ മാത്രമേ മാറുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വാക്കുകൾ കേട്ട അവർ ഒരിക്കലും മാറില്ല. തല്ലിയാലോ വഴക്ക് പറഞ്ഞാലോ അവർ മാറില്ല. തല്ലിയിട്ട് കാര്യമില്ല, കൂടുതൽ എതിർത്ത് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നീട് അവർ ഹൃദയം കല്ലുപോലായിട്ട് ആർക്കും മാറ്റാൻ കഴിയാത്ത സ്ഥിതിയിലാകും. അതുകൊണ്ട് സ്നേഹത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തിയെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ക്ഷമയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ മുൻപിലിരുന്ന് എൻ്റെ ഭർത്താവിനെ മാറ്റണമേ, അവൻ്റെ ദുഷ്ടത മാറ്റണമേ എന്നൊന്നും പ്രാർത്ഥിക്കരുത്. അവർ പിന്നെ ഒരിക്കലും മാറില്ല. രഹസ്യമായിട്ട് വാതിലടച്ചിട്ട് കർത്താവിനോട് പറയുക. ദൈവം അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാനിടയാകും. കുടുംബങ്ങൾ രക്ഷിക്കപ്പെടണം. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ഈ വചനത്തെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ കുടുംബങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പ്രത്യേകം സമയമെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കുക. തീർച്ചയായും ഭാര്യയും ഭർത്താവും മക്കളും വീട്ടിലുള്ള പ്രായമായവരും എല്ലാവരും രക്ഷിക്കപ്പെടും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതല്ലാതെ ഞാൻ മാത്രം സ്വർഗത്തിലും നമ്മുടെ മക്കൾ നരകത്തിലുമാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ? ആരും നശിച്ചു പോകുവാൻ പാടില്ല എന്ന് കർത്താവ് ആശിക്കുന്നു. നമ്മുടെ വീട്ടുകാരെ എല്ലാം നമുക്ക് കർത്താവിന് വേണ്ടി നേടാം. അതുകൊണ്ട് എല്ലാവരും തലകളെ വണക്കുക, കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് പോകാം. കർത്താവിൻ്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനേ, സ്നേഹമുള്ള പിതാവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന സകല മക്കളെയും ഓർത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നന്ദി കരേറ്റുകയാണ്. എത്രയോ ആളുകൾ കുടുംബ പ്രശ്നത്തിലായിരിക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകരോട് വന്നിട്ടുണ്ട്. മക്കൾ അനുസരിക്കുന്നില്ല എന്ന ദുഃഖത്തിൽ ആയിരിക്കുന്നവരുണ്ട്. കുടുംബത്തെ പണിയുവാൻ കഴിയുന്നില്ല എന്ന ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. എല്ലാ സഹോദരിമാരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം നീ കൊടുക്കുമാറാകണമേ. മക്കളെ രക്ഷിക്കുവാൻ ആവശ്യമായ കൃപ നീ കൊടുക്കണമേ. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ ആത്മാക്കളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പരസ്ത്രീ മോഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ വിടുവിക്കുമാറാകണമേ. മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവരെ വിടുവിക്കുമാറാകണമേ. ഒരുപാട് പേർ കടഭാരത്തിലായിരിക്കുന്നു എന്ന് എഴുതി അറിയിക്കാനിടയായി. കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പലിശ അടയ്ക്കുവാൻ കഴിയാതെ, മുതൽ അടയ്ക്കുവാൻ കഴിയാതെ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതൽ നൽകുകയാണ്. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. എത്രയോ ആരോഗ്യ പ്രശ്നത്തിൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഇനിയുള്ളവർക്ക് ഈ ദിവസം കർത്താവേ നിന്റെ അടിപ്പിണരുകളാലുള്ളതായ സൗഖ്യത്തെ നീ പകരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്കൊരു കുഞ്ഞു ജനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടി അതുപോലെ നിരാശപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അവർക്ക് നീ ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാകുന്നു. മക്കൾ യഹോവയുടെ അവകാശമാണെന്ന് പറയുന്ന ദൈവമേ, അവരുടെ ഉദരഫലത്തെ നീ അനുഗ്രഹിച്ച് അവർക്ക് നീ മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അന്ന് നീ ശിഷ്യന്മാരെ വിളിച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ അഴിക്കാനും നീ ആ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുവാനിടയായി. നീ കൊടുത്ത അധികാരം ഉപയോഗിച്ച് ഭൂതബാധിതരെ വിടുവിക്കുവാൻ ഉള്ള കൃപയാൽ ഇപ്പോൾ തന്നെ വിടുവിച്ചെടുക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആലയമാക്കി നീ മാറ്റിയെടുക്കണമേ.
മദ്യപാനികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മദ്യപാനത്തിന് അടിമകളായതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ അവർ മദ്യപാനത്താൽ തകർക്കപ്പെട്ട് കഷ്ടത്താൽ, നിന്ദയാൽ, അപമാനത്താൽ, ലജ്ജയാൽ ജീവിതം നശിച്ചവരായി തകർന്നു കിടക്കുന്നതായ മദ്യപാനികളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. വ്യാപാരത്തിൽ നഷ്ടം സംഭവിച്ചവരെ, പ്രവൃത്തിയിൽ അനുഗ്രഹം കാണാൻ കഴിയാത്തവരെ, കഷ്ടപ്പെടുന്നതായ ആളുകളെ, ഒരുപാട് ശാപത്തിന് കീഴിലായിരിക്കുന്നവരെ എല്ലാ ശാപത്തിൽ നിന്നും ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ പകരുമാറാകണമേ. എല്ലാ വ്യക്തികളെയും നിന്റെ അനുഗ്രഹത്താൽ നിറച്ചുകൊണ്ട് അവർ തിരികെ പോകുമ്പോൾ നിന്റെ നന്മയാലും അനുഗ്രഹത്താലും നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.